നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 3ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റി സോൾവിങ്ങുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതായത് പൊതു ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി എന്താണ് അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പൊതു ചെലവെന്ന് പറഞ്ഞാൽ ഇസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അല്ലെ, ഗവൺമെൻറ് ചിലവാക്കുന്ന തുക എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫോർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. വികസനത്തിന് വേണ്ടിയിട്ടും വികസനേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഗവൺമെൻറ് ചിലവാക്കുന്ന തുകയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ആസ് ദ ഗവൺമെൻറ് എക്സ്പാൻസ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ഗവൺമെൻറ് അവരുടെ ആക്ടിവിറ്റീസ് വലുതാക്കുന്നതിനനുസരിച്ച് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു അല്ലേ. ഗവൺമെൻറ് കൂടുതൽ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് നടത്തിയാൽ, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും നടത്തിയാൽ അതനുസരിച്ച് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ആവുന്നു അല്ലേ. ഇനി ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഏതാണ് രണ്ടെണ്ണം? ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് വികസന ചെലവുകളും വികസനേതര ചെലവുകളും. ഒന്നാമത്തെ നോക്കിയല്ലോ, ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. Expenditure directly related to economic and social development of the country are called developmental expenditure. അതായത് ഒരു ചിലവ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വികസന പ്രവർത്തനങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലും സോഷ്യൽ ഡെവലപ്മെൻറ്റിലും ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദേ കോൺട്രിബ്യൂട്ട് ഗ്രേറ്റ്ലി ടു ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ബൈ സ്റ്റിമുലേറ്റിംഗ് ഇറ്റ്സ് റിയൽ എക്കണോമിക് കണ്ടീഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ദേ കോൺട്രിബ്യൂട്ട് ഗ്രേറ്റ്ലി, അവ വളരെ വലിയ സംഭാവനകൾ നൽകുന്നു ടു ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ വലിയ സംഭാവനകൾ നൽകുന്നു. എങ്ങനെയാണ് ഇത് സാമ്പത്തിക വളർച്ച സാധ്യമാക്കുന്നത്? ബൈ സ്റ്റിമുലേറ്റിംഗ് ഇറ്റ്സ് റിയൽ എക്കണോമിക് കണ്ടീഷൻ ആൻഡ് പ്രൊഡക്ഷൻ. യഥാർത്ഥത്തിലുള്ള പ്രൊഡക്ഷനെയും എക്കണോമിക് കണ്ടീഷനെയും സ്റ്റിമുലേറ്റ് ചെയ്ത് ഉത്തേജിപ്പിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ സാമൂഹിക അവസ്ഥയെയും പിന്നെ പ്രൊഡക്ഷനെ ഉൽപ്പാദനത്തെയും ഒന്ന് ഉത്തേജിപ്പിക്കുന്നു. അതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിൽ വളരെ വലിയ സംഭാവനകൾ ഇത് നൽകുന്നു. ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഗവൺമെൻറ് വികസനത്തിന് വേണ്ടിയിട്ട് ചെലവിടുന്ന എമൗണ്ട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് എന്നതുകൊണ്ട് ദ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ്. പിന്നെ ഈ എക്സ്പെൻഡിച്ചർ, ഈ ചിലവെന്ന് പറയുന്നത് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫോർ കൺസ്ട്രക്റ്റിംഗ് റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ, ബ്രിഡ്ജസ് ഈ പാലം കൺസ്ട്രക്ട് ചെയ്യാൻ, ഹാർബേഴ്സ് തുറമുഖങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ, ആൻഡ് ടു സ്റ്റാർട്ട് ന്യൂ എൻ്റർപ്രൈസസ് പിന്നെ പുതിയ എൻ്റർപ്രൈസസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ആർ കൺസിഡേർഡ് ആസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതെല്ലാം ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, വികസന ചെലവുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഏതാണ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ? അതായത് വികസനേതര ചിലവുകൾ. നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇസ് ദ വൺ ഇൻകേർഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ എ റെഗുലർ ബേസിസ് ഫോർ എ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് സർവീസസ്. പൊതുസേവനത്തിനും നാഷണൽ ഇൻട്രസ്റ്റ് രാജ്യ താല്പര്യത്തിന് അനുസൃതമായിട്ട് നിരന്തരം ഗവൺമെൻറ് വഹിക്കുന്ന ചിലവുകളാണ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് വികസനേതര ചെലവുകൾ പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾക്കായിട്ടും പിന്നെ നാഷണൽ ഇൻട്രസ്റ്റ് രാജ്യ താല്പര്യങ്ങൾക്കും അനുസൃതമായിട്ട് ഗവൺമെൻറ് വഹിക്കുന്ന ചെലവുകളാണ് എന്ന് പറയുന്നത് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. എക്സ്പെൻസസ് ഇൻവോൾവ് ഇൻ ഏതിലൊക്കെ വരുന്നതാണ്? ഡിഫൻസ്. ഡിഫൻസ് അത് ഏതിൽ വരും? നാഷണൽ ഇൻട്രസ്റ്റിൽ വരും അല്ലേ. ഡിഫൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അല്ലേ, സൈനിക പരമായ ആവശ്യങ്ങൾക്കായിട്ട് ഗവൺമെൻറ് ചിലവാക്കുന്ന തുക, അത് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്.
ഇനി ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പലിശ. ഗവൺമെൻറ് പണം കടമെടുക്കുമല്ലോ, അപ്പോൾ അതിനൊരു നിശ്ചിത തുക പലിശ കൊടുക്കണമല്ലോ, അതാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇതിൽ വരുന്നു. ഡിഫൻസിൽ നമ്മൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് വരുന്നു ഇൻട്രസ്റ്റ്. പിന്നെ പെൻഷൻ, ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ലേ, പിന്നെ എപ്പിഡമിക്, മഹാമാരിയൊക്കെ വരുമ്പോൾ അതിന് ഗവൺമെൻറ് ജനങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പിഡമിക് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ജനങ്ങളെ സഹായിക്കുന്നു. ഇതൊക്കെ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. അപ്പോൾ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത് ഏതൊക്കെയാണ്? ഡിഫൻസിലുണ്ടാകുന്ന ചിലവുകൾ, ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ, പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ, എപ്പിഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ. ഇതെല്ലാം നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന ചിലവുകളാണ്. മനസ്സിലായല്ലോ അപ്പോൾ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത്. ഇനിതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Categorize the following expenditure as developmental expenditure and non-developmental expenditure and list them in the table given below. ഇവിടെ കുറേ ചിലവുകൾ കൊടുത്തിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഡെവലപ്മെൻറ്റൽ നോൺ ഡെവലപ്മെൻറ്റൽ എന്നിങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പലിശ അല്ലേ? നമ്മൾ പലിശ കൊടുക്കുന്നത് എപ്പോഴും ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ അല്ലല്ലോ, നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഏതാണ്? നോൺ ഡെവലപ്മെൻ്റൽ ആണ്. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, റോഡിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വികസന ചിലവാണല്ലേ, വികസനവുമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി എനർജി ജനറേഷൻ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള എനർജി ജനറേഷൻ, അതായത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സോളാർ എനർജി, അങ്ങനെയുള്ള എനർജി ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും അത് ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. നമ്മുടെ രാജ്യം വികസിക്കുന്ന ഒരു ഇതല്ലേ എനർജി ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറിലാണ് എനർജി ജനറേഷൻ വരുന്നത്. അടുത്ത കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾസ്, അതും ഏതാണ്? ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറാണ്, ഡെവലപ്മെൻ്റ് ആണ് അവിടെ അത് കാണിക്കുന്നത്. പിന്നെ എപ്പിഡമിക് ഒക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ എന്താണ്? അത് ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇനി യുദ്ധം വരുമ്പോൾ ഗവൺമെൻറ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി അയൽ രാജ്യങ്ങളുമായിട്ടാണെങ്കിലും എവിടെ ആയിട്ടാണെങ്കിലും യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ അത് ഡെവലപ്മെൻ്റ് അല്ല ഉണ്ടാകുന്നത്, അവിടെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, എപ്പോഴും നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറാണ് വാർ എന്ന് പറയുന്നത്. അടുത്തത് വെൽഫെയർ പെൻഷൻ. നമ്മൾ ക്ഷേമ പെൻഷനുകളൊക്കെ ആൾക്കാർക്ക് കൊടുക്കുന്നത് ഏതാണ്? അത് നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് പുരോഗതിയൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ പൗരന്മാരുടെ ക്ഷേമം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കടമയാണ്. അപ്പോൾ അത് നിർവഹിക്കണം. അപ്പോൾ അതിന് വേണ്ടി വെൽഫെയർ പെൻഷൻ എന്ന് പറയുന്നത് നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി ഡിഫൻസ് സൈനിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നത് നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ലയബിലിറ്റി, കടം എടുക്കുമ്പോൾ കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബാധ്യതകളൊക്കെ വരുമ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവഴിക്കുന്നത് ഏതാണ്? അത് നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ ലയബിലിറ്റി എന്ന് പറയുന്നത് നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം, അപ്പോൾ അവർക്കൊക്കെ ക്യാഷ് കൊടുക്കുന്നതാണല്ലോ, അതായത് ഗവൺമെൻറ് ജീവനക്കാർക്ക് നമ്മൾ സാലറി കൊടുക്കും. അതെന്ന് പറയുന്നത് നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിളാണ്. അടുത്ത സബ്സിഡിയൊക്കെ കൊടുക്കുന്നത്, അതായത് നമ്മുടെ റേഷൻ കട വഴിയൊക്കെ സബ്സിഡി സാധനങ്ങളൊക്കെ നമുക്ക് തരുമ്പോൾ ഗവൺമെൻറ് പൈസ ചിലവാക്കിയിട്ടാണല്ലോ അങ്ങനെ നമുക്ക് സബ്സിഡി നിരക്കിൽ സാധനങ്ങളൊക്കെ ലഭ്യമാകുന്നത്. അപ്പോൾ അതും നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിളാണ്. അടുത്ത ഇൻഡസ്ട്രീസൊക്കെ പുതിയതായിട്ട് വരുമ്പോൾ നമ്മുടെ രാജ്യം വികസനത്തിലേക്ക് പോവുകയാണ്, വികസിക്കുകയാണ്. ഇൻഡസ്ട്രി ലാഭത്തിലാകുമ്പോൾ നമ്മുടെ രാജ്യത്തിനും അതിൻ്റെ ഗുണമുണ്ടാവും. അപ്പോൾ എന്താണ്? അത് ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിളാണ് ഏത്? ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി ഒരു ബോക്സിൽ ഇതിനെ രണ്ടിനെയും ക്ലാസിഫൈ ചെയ്ത് എഴുതാം. നമുക്ക് തന്നിട്ടുള്ള കാറ്റഗറിയിൽ നിന്ന് ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ്? കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, എനർജി ജനറേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾസ്, ഇൻഡസ്ട്രീസ്. നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന കാര്യങ്ങൾ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത നോക്കിയുള്ളൂ. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഫ്രം 2018-19 to 2022-23 ഈസ് ഗിവൺ ബിലോ. 2018-19, 2022-23 വരെയുള്ള സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതു ചിലവുകൾ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇയർ കൊടുത്തിട്ടുണ്ട്. 18-19, 19-20, 20-21, 21-22, 22-23 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി അവരുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ലാക്ക് ഇൻ ക്രോസ്. അപ്പോൾ ഒരു കണക്കുമാണ് ഇവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയോളൂ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അനലൈസ് ദ ഗ്രാഫ് ഓൺ ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് റൈറ്റ് യുവർ കൺക്ലൂഷൻ. ഈ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കൺക്ലൂഷൻ എഴുതണം. 18-19 എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 23.14 lakh
ക്രോസ് ആണ്. ദെൻ 19-20 26.87 ആയി. അപ്പോൾ ഇൻക്രീസ് ആയി. 20-21 ആയപ്പോൾ 35.09 ആയി. ഇനി 21-22 ആയപ്പോൾ 37.93 ആയി. ഇനി 22-23 ആയപ്പോൾ 41.88 ആയി. അല്ലേ, അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നോട്ടല്ല, നമ്മുടെ കൺക്ലൂഷൻ എന്താണ് ഈ ഗ്രാഫിനെ കുറിച്ച്. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. ഗവൺമെൻറ്റ്സ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസിങ് എവറി ഇയർ. എല്ലാ വർഷവും ഗവൺമെൻറ്റിൻ്റെ പൊതു ചിലവെന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, വികസന പ്രവർത്തനങ്ങൾ, പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യാ വർധനവ്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഡിഫൻസ് സ്പെൻഡിങ്, പ്രതിരോധത്തിന് വേണ്ടി ചിലവാക്കുന്നത്, ഹെൽത്ത് കെയർ, ആരോഗ്യം, ആൻഡ് വേരിയസ് സബ്സിഡീസ്, പിന്നെ വ്യത്യസ്ത സബ്സിഡീസ് ആർ സം ഓഫ് ദി റീസൺസ് ഫോർ ദ ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ്. ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് ഇൻക്രീസ് ആകുന്നതിനുള്ള കുറച്ച് റീസൺസ് ആണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ വേണമെങ്കിൽ ഏത് വർഷമാണ് കൂടുതൽ ചിലവുണ്ടായത്, ഏത് വർഷമാണ് കുറച്ച് ചിലവുണ്ടായത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ വലുതാവും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ലിക് റവന്യൂ. പബ്ലിക് റവന്യൂ എന്ന് വെച്ചാൽ ഈ പൊതുജനങ്ങളിൽ നിന്ന് ഗവൺമെൻറ്റിന് ലഭിക്കുന്ന വരുമാനം, അതാണ് പബ്ലിക് റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലേ, ആദ്യം നമ്മൾ പഠിപ്പിച്ചത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആയിരുന്നു. അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പബ്ലിക് റവന്യൂ എന്നെ കുറിച്ചാണ്. അല്ലേ, ഗവൺമെൻറ്റിന് ലഭിക്കുന്ന ഇൻകം, അതാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. The government needs a huge amount of money for developmental and welfare activities. വെൽഫെയർ ആക്ടിവിറ്റീസിനും പിന്നെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് വളരെ വലിയ എമൗണ്ട് ഓഫ് മണി ആവശ്യമുണ്ട്. The public revenue is the wealth that the government collects from various sources to satisfy these needs. പബ്ലിക് റവന്യൂ ആണ് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത്. അല്ലേ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഗവൺമെൻറ്റിന് ലഭിക്കുന്ന റവന്യൂ ആണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഇൻകമാണ് പബ്ലിക് റവന്യൂ. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ദ ഗവൺമെൻറ് ബഡ്ജറ്റ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നൗ തിങ്ക് അബൌട്ട് ദ സോഴ്സസ് ഓഫ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ്. ഇനി നമുക്ക് ഗവൺമെൻറ്റിന് ലഭിക്കുന്ന റവന്യൂവിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The government makes revenue from two major sources. ഗവൺമെൻറ് റവന്യൂ ഉണ്ടാക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട വഴികൾ കൂടിയാണ്. ലുക്ക് അറ്റ് ദ ചാർട്ട് ബിലോ. താഴെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? പബ്ലിക് റവന്യൂ ഏതൊക്കെയാണ്? ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. അപ്പോൾ ഗവൺമെൻറ്റിന് റവന്യൂ ലഭിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഏതൊക്കെയാണ്? ടാക്സ് റവന്യൂ, ടാക്സ് വഴി ലഭിക്കുന്ന വരുമാനം, പിന്നെ നോൺ ടാക്സ് റവന്യൂ, നികുതിയേതര വരുമാനം, നികുതിയേതര വരുമാനം, അങ്ങനെയാണ് ഇത് പറയുന്നത് കേട്ടോ. ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. അപ്പം നോൺ ടാക്സ് റവന്യൂവിൽ എന്തൊക്കെയാണ് വരുന്നത്? ദിസ് ഈസ് ദ റവന്യൂ ഫ്രം സോഴ്സസ് അതർ ദാൻ ടാക്സ്. ടാക്സ് അല്ലാതെ ഗവൺമെൻറ്റിന് എവിടെ നിന്നൊക്കെ റവന്യൂ ലഭിക്കുന്നോ അതിനെയാണ് നമ്മൾ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഫീസ്, ഫൈൻ, ഗ്രാൻസ്, പ്രോഫിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ആർ എക്സാമ്പിൾസ്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന, അതായത് നോൺ ടാക്സ് റവന്യൂവിൽ വരുന്നത് എന്തൊക്കെയാണ്? ഫീസ് വരും, ഫൈൻ വരും, ഗ്രാൻറ്റുകൾ വരും, പ്രോഫിറ്റ് വരും, പിന്നെ ഇൻട്രസ്റ്റ്. ഇതൊക്കെയാണ് നോൺ ടാക്സ് റവന്യൂവിന് എക്സാമ്പിൾ. ഏതൊക്കെയാണ്? ഫീസ്, ഫൈൻ, ഗ്രാൻസ്, പ്രോഫിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇനി ടാക്സ് റവന്യൂവിൽ ഏതൊക്കെയാണ്? റവന്യൂ ഫ്രം ടാക്സസ്. ടാക്സിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഈ ടാക്സ് റവന്യൂ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട്. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് ഈസ് ദ ടാക്സ് റെമിറ്റഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ടാക്സ് ഈസ് ലെവിഡ്. ആരിലാണോ നികുതി ചുമത്തിയിരിക്കുന്നത് ആ ആൾ തന്നെ ആ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ ടാക്സ് പെയർ ഹിംസെൽഫ് ബിയേഴ്സ് ദ ബേർഡൻ ഓഫ് ദി ടാക്സ്. നികുതി ആരിലാണോ കൊടുത്തിരിക്കുന്നത് ആ ആൾ തന്നെ അതിൻ്റെ നികുതി ഭാരം വഹിക്കേണ്ടി വരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ എന്നിൽ 1000 രൂപ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1000 രൂപ ഞാൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഇൻകം ടാക്സും ബിൽഡിംഗ് ടാക്സും. ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇൻകം ടാക്സും ബിൽഡിംഗ് ടാക്സും. അല്ലേ, ആദായ നികുതി, ഇൻകം ടാക്സ്. പിന്നെ ബിൽഡിംഗ് ടാക്സ് എന്ന് പറഞ്ഞാൽ കെട്ടിട നികുതി. അത് രണ്ടുമാണ് ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്താ?
അടുത്തത് ഇൻഡയറക്റ്റ് ടാക്സ്. ഹിയർ ദ ടാക്സ് ലെവീഡ് ഓൺ വൺ ഇൻഡിവിജ്വൽ ഈസ് പെയ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ബൈ അനദർ. ഇവിടെ ടാക്സ് ചുമത്തുന്നത് ഒരു പേഴ്സണിലും എന്നാൽ അത് പാർഷ്യലായിട്ട് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ പൂർണ്ണമായിട്ടോ അടയ്ക്കുന്നത് മറ്റൊരാളുമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് ചുമത്തുന്നത് ഒരു പേഴ്സണിലും എന്നാൽ അത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ അടയ്ക്കുന്നത് മറ്റൊരു പേഴ്സണും ആയിരിക്കും. എക്സാമ്പിൾ സെയിൽസ് ടാക്സും എൻ്റർടൈൻമെൻറ്റ് ടാക്സും. ഏതൊക്കെയാണ്? സെയിൽസ് ടാക്സ് വിൽപ്പന നികുതി, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വിനോദ നികുതി. ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും വീണ്ടും പറയുകയാണ് അല്ലേ, നമുക്കിത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെയിൽസ് ടാക്സും എൻ്റർടൈൻമെൻറ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബിൽഡിംഗ് ടാക്സും ഇൻകം ടാക്സും. അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.